നാടൻ താറാവ് കറി. അതിനായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കല്ലുപ്പ് എന്നിവ ചേർക്കുക. 1 അല്ലി നാരങ്ങ നീര്, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വരുന്ന വിധത്തിൽ പാകത്തിനാക്കി എടുക്കുക. അതിനുശേഷം പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും അല്പം സവോളയും നല്ലപോലെ വഴറ്റിയെടുക്കുക. ലേശം കറിവേപ്പില കൂടി അതിലേക്ക് നമുക്ക് ചേർക്കാം. അത് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുക. 3 പച്ചമുളക് 2ആയി മുറിച്ചത് അതിലേക്കിടുക. നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. വെളുത്തുള്ളി 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്യുക. ലേശം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. താറാവ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നത് കൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇവയെ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ 1 തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഈ ഒരു സമയത്ത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. താറാവ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് താറാവിനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി വിതറുക. താറാവ് കറിയിലേക്ക് കറിവേപ്പില കുറച്ചധികം ചേർക്കുന്നത് താറാവ് കറിയുടെ രുചി ഇരട്ടിയാക്കാൻ സഹായിക്കുന്നതാണ്. താറാവ് കറി നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. എല്ലാവരും ഈ നാടൻ താറാവ് കറി ട്രൈ ചെയ്ത് നോക്കണേ.